ഹലോ, ഇതാണ് നെയ്ക്കുമ്പളങ്ങ. ഇതൊന്ന് വെട്ടിമുറിച്ച് അതിൻ്റെ അകത്തേക്ക് എടുത്ത് കളഞ്ഞൊരു ജ്യൂസ് ഉണ്ടാക്കി രാവിലെ വെറും വയറ്റിലങ്ങ് കുടിച്ചിട്ട് ഇച്ചിരി നേരം കഴിഞ്ഞ് നമുക്കോരോ പരിപാടിയൊക്കെ തുടങ്ങാൻ. രാവിലെ അല്ലി വന്നിട്ടുണ്ട്. ഞാൻ നേരെ അടുക്കളയിൽ വന്ന് എൻ്റെ പുളിപ്പാത്രം വേണമെന്ന് പറഞ്ഞ് ഞാൻ പുളിപ്പാത്രം എടുത്ത് കൊടുത്ത്. അത് തിന്നുന്നതാണ് ഇവിടുത്തെ രീതി. ഈ എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കാലും എടുത്ത് പുളിപ്പാത്രം വേണമെന്ന് പറഞ്ഞ് ഞാൻ പുളിപ്പാത്രം എടുത്ത് കൊടുത്തിട്ടുണ്ട് അല്ലിക്ക് തിന്നാൻ. അല്ലിക്ക് ഒരു എക്സ്പ്രഷനും ഇല്ല. പുളി തിന്ന് അല്ലി ഞാൻ ചോദിക്കുമ്പോൾ മാത്രം ഒന്ന് കണ്ണടച്ച് കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ വലിയ കഷ്ണത്തിൽ ഇടുമ്പോൾ ചെറിയൊരു പുളിയുണ്ട്. അങ്ങനെ കൈയിട്ട് ചോദിച്ചിട്ടൊക്കെ എടുക്കുന്ന പാത്രത്തോടെ കൊടുത്തെങ്കിലും കണ്ട ഇങ്ങനത്തെ വേലകളൊക്കെയാണ് എൻ്റെ അല്ലിയുടെ കയ്യിലുള്ളത്. അങ്ങനെ സമാധാനമായിട്ടിരുന്ന് പുളി തിന്നുക. ഇന്നലെ വന്നപ്പോഴും ഇതേ കണക്ക് പുളി ചോദിച്ച് അജ്മൽ ഇച്ചിരി വായി വെച്ച് കൊടുത്തു പുളി. അങ്ങനെയൊക്കെ തിന്നിട്ട് പോയി. അജ്മൽ വെച്ച് കൊടുത്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല. കൈയുടെ വെള്ളയെ തേച്ചൊക്കെ കൊടുത്ത് കുറച്ചൊക്കെ തിന്നു. ഞാൻ പുളിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ മാത്രം എൻ്റെ മുഖത്തോട്ടൊന്ന് നോക്കും. പുളിപ്പില്ലേന്ന്. എന്തായാലും പുളി ഇങ്ങനെ ഞെരിച്ചിരുന്ന് തിന്നും. അമ്പളി പറയുന്നത്, അല്ലിയുടെ അമ്മൂമ്മ പറയുന്നത് ഞാൻ കൂടെ പുളി കൊടുക്കും, തിന്നുന്നുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ല, അതുകൊണ്ട് ധൈര്യത്തിൽ കൊടുത്തത്. അങ്ങനെ അവസാനം ഭയങ്കര പുളിപ്പ് കാരണം ഇച്ചിരി നേരം നക്കിയിട്ടൊക്കെ എടുത്തങ്ങ് കളഞ്ഞ് പട്ടിക്ക് കൊടുക്കാതിരിക്കും. എന്നിട്ട് അതിനകത്ത് വെച്ച് അടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. ഇങ്ങനത്തെ വേലകളാണ് അല്ലി കാണിക്കുന്നത്. അങ്ങനെ അല്ലി കുറേ നേരമൊക്കെ അവിടെ നിന്ന് കളിച്ചിട്ട് മീൻ വന്നത് കാരണം അല്ലി അങ്ങ് മുൻവശത്ത് മീൻ മേടിക്കാനായിട്ട്. അങ്ങനെ അപ്പോഴത്തേന് ബാക്കി ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ചെയ്തുകൊണ്ട് നിന്ന്. അപ്പോൾ മുൻവശത്ത് പോയപ്പോഴത്തേന് അപ്പുറത്തവൻ പൊട്ടിച്ച് വിട്ടടാ, ഒന്ന് ഓട്ടിച്ച് വിട്ടെന്നൊക്കെ പറഞ്ഞ് അവൻ പോയി. ഞാൻ പിന്നെ മീൻ വറുത്ത് നല്ലൊരു ചെങ്കലവ പുളിമുളകും വയ്ക്കാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി ഒന്ന് വഴണ്ടതിന് ശേഷം ആദ്യം ഉലുവയിട്ട് മൂപ്പിച്ച് ഉള്ളി വഴറ്റി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് അത് മൂത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ചിട്ട് പുളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നല്ല വെള്ളം ചേർത്ത് തിളപ്പിക്കുക. അപ്പോഴത്തേന് തിളച്ച് റെഡിയായപ്പോൾ മീൻ ഇട്ട് കൊടുത്ത് ഇച്ചിരി മത്തേല കിട്ടിയായിരുന്നു. ഞാൻ അതും അതിൻ്റെ കൂടെ അരിഞ്ഞു വെച്ച് തോരൻ വയ്ക്കാം. അത് നല്ല സെറ്റായിട്ട് തിളച്ച് നല്ല ഇതായി വന്നപ്പോഴത്തേന് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു. തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നല്ലോണം തിളച്ച് സെറ്റായി വന്ന് നെയ്യൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ തിളപ്പിച്ച് വെച്ച് മത്തേല തോരൻ വെച്ച് മീൻ വറുത്ത് മീൻ കറി പിന്നെ പപ്പടം പൊരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ.